ഹായ് കുട്ടികളെ മാതാപിതാക്കളെ, ഈ വീഡിയോ ഫലപ്രദമായി കണ്ട് ഉപയോഗപ്പെടുത്തേണ്ടത് 10ാം ക്ലാസ്സിൽ നിന്ന് 11ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളുമാണ്. ഈ വീഡിയോയിൽ 10ാം ക്ലാസ്സിൽ നിന്ന് 11ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ജീവിത വിജയം കൈവരിക്കാനും 12ാം ക്ലാസ്സിന് ശേഷം അവർക്ക് വലിയൊരു കരിയർ ഡെവലപ്പ് ചെയ്യാനും ഉതകുന്ന 6 പോയിന്റുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ 3 പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത്. ഓരോ വീഡിയോയിലും 2 പോയിന്റുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒന്നാമതായി ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഗോൾ സെറ്റിംഗ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഉദാഹരണമായി ഒരു ഗോൾ പോസ്റ്റ് ഇല്ലാത്ത ഫുട്ബോൾ മാച്ചാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. എത്ര നേരം നമ്മൾ ഓരോരുത്തരും ആ ഫുട്ബോൾ മാച്ച് കണ്ടിരിക്കും? എത്ര വിരസമായ മാച്ചായിരിക്കും അത്? എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്? ഓബ്വിയസ്ലി 0-0 ആയിരിക്കും. നമ്മുടെ കുട്ടികളും പലരും ഒരു ലക്ഷ്യമില്ലാതെ ഓരോ ദിവസവും തള്ളിക്കളയുന്നു. അതിനാൽ തന്നെ 12ാം ക്ലാസ്സിന് ശേഷം ഒരു നേട്ടം കൈവരിക്കാനായി പല കുട്ടികൾക്കും സാധിക്കുന്നില്ല. 10ാം ക്ലാസ്സിൽ നിന്ന് 11ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീണ്ട 2 വർഷങ്ങൾ അവരുടെ ജീവിതത്തിൽ മുന്നിലേക്കുണ്ട്. 12ാം ക്ലാസ്സിന് ശേഷം നടക്കാൻ പോകുന്ന എൻട്രൻസ് എക്സാമുകളിൽ അവർക്ക് വലിയ റാങ്കുകൾ എടുക്കാവുന്നതാണ്. പക്ഷേ പല കുട്ടികളും 11ാം ക്ലാസ്സിലെ അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ലക്ഷ്യം സെറ്റ് ചെയ്യുന്നില്ല. 12ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ ആരാകാൻ ഉദ്ദേശിക്കുന്നോ ആ ഒരു ലക്ഷ്യം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തിൽ സെറ്റ് ചെയ്യൂ. ഓരോ ദിവസവും അതിലേക്കുള്ള ചവിട്ടുപടിയാവട്ടെ അവൻ്റെ പ്രയാണം. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ മാർഷൽ ആർട്സ് ചാമ്പ്യനായ ബ്രൂസ്ലിയുടെ ഫേമസ് ആയ ഒരു കോട്ടുണ്ട്. ആ കോട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ഡോണ്ട് ഫിയർ ഫെയിലുവർ, നോട്ട് ഫെയിലുവർ ബട്ട് ലോ എയിം ഈസ് ദ ക്രൈം. ഇൻ ഗ്രേറ്റ് അറ്റംപ്റ്റ്സ് ഈവൻ യുവർ ഫെയിലുവർ ബിക്കംസ് ഗ്ലോറിയസ് എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് പരാജയമല്ല. പരാജയം പലപ്പോഴും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. പക്ഷേ നമുക്ക് പറ്റുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ താഴ്ന്ന ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വലിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് ആ ലക്ഷ്യങ്ങളിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രയത്നം തന്നെ മഹത്തരമാകുന്നു എന്നാണ് ബ്രൂസ്ലി പറയുന്നത്. അതിനാൽ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആരാകണം എന്നുള്ള ലക്ഷ്യം, നിങ്ങളുടെ ഗോൾ നിങ്ങൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് ഓരോ ദിവസവും അതിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങണം. നമ്മൾ രണ്ടാമതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്, നമ്മളൊരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നിരന്തരമായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. നിരന്തരമായ പരിശ്രമമാണ് നമ്മുടെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇനി എങ്ങനെയാണ് നമുക്ക് നിരന്തരമായി പരിശ്രമിക്കാനായിട്ട് പറ്റുക? ഇനി നിരന്തരമായി പരിശ്രമിക്കാത്ത ഒരാളും അവസാനം പരിശ്രമിക്കുന്ന ഒരാളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉദാഹരണമായി എൻട്രൻസ് പ്രിപ്പറേഷൻ എന്ന ഗോള് സെറ്റ് ചെയ്ത് 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 2 വർഷത്തേക്ക് തുടർച്ചയായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഓരോ ദിവസവും വളരെ കുറഞ്ഞ സമയം മാത്രം മാറ്റിവെച്ചാൽ മതിയാകുന്നു. ഇനി രണ്ടാമത്തെ കുട്ടി 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഇത് ചെയ്യാതെ 12ാം ക്ലാസ്സിൻ്റെ അവസാനം 2 മാസമോ 3 മാസമോ എത്ര പ്രയത്നിച്ചാലും ആദ്യത്തെ കുട്ടിയെ ഓവർടേക്ക് ചെയ്യാനും സാധിക്കാതെ വരുന്നു. അതിനാൽ തന്നെ അവൻ്റെ കഴിവിനൊത്ത റിസൾട്ടുകൾ അവന് എടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് നേരത്തെ തന്നെ നമ്മൾ കാലേ കൂട്ടി പരിശ്രമം ആരംഭിക്കണം. മുഹമ്മദ് അലി ലോകം കണ്ട ഏറ്റവും വലിയ ബോക്സിംഗ് ചാമ്പ്യന്മാരിൽ ഒരാളാണ്. ഈവൻ ഇൻഫാക്ട് മുഹമ്മദ് അലി ഈസ് ഓഫൺ ടോൾഡ് ആസ് ചാമ്പ്യൻ ഓഫ് ഓൾ ദി ചാമ്പ്യൻസ് ദാറ്റ് വി ഹാഡ് ഇൻ ബോക്സിംഗ് ഹിസ്റ്ററി. ബോക്സിങ്ങിൻ്റെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ള ചാമ്പ്യന്മാരിൽ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ചാമ്പ്യനായി മുഹമ്മദ് അലിയെ കണക്കാക്കുന്നു. മുഹമ്മദ് അലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ട്, എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു കോട്ട് ഇങ്ങനെ പറയുന്നു: I hated every minute of training, but I said, don't quit. Suffer now and live the rest of your life as a champion. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു ചോദ്യം നമ്മൾ എപ്പോഴും അഭിമുഖീകരിക്കുന്നു. ഒന്നുകിൽ നമുക്കൊരു ലക്ഷ്യം സെറ്റ് ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാതെ ഇരിക്കാം. ഞാൻ എൻ്റെ പരിശീലനത്തിൻ്റെ ഓരോ നിമിഷവും വെറുത്തു. പക്ഷേ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്, കഠിനമായി പരിശ്രമിക്കൂ, എന്നിട്ട് എന്ത് ചെയ്യൂ? ഒരു ചാമ്പ്യനായി ജീവിക്കൂ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളും ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് പരിശ്രമിച്ച് പ്രയത്നിച്ച് ഒരു ചാമ്പ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 2 പോയിന്റുകളും ദയവായി ഫോളോ ചെയ്യൂ. നമ്മൾ പറഞ്ഞ 2 പോയിന്റുകൾ: ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ എത്രയും നേരത്തെ നമ്മുടെ ജീവിതത്തിലെ ഗോൾ സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോളിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ പരിശ്രമം ആരംഭിക്കുക. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് നിരന്തരമായ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആദ്യത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത 2 പോയിന്റുകളുമായി നമുക്ക് കാണാം.